ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രവർത്തനം 1, നൽകിയിരിക്കുന്ന പ്രദർശന നഗരിയുടെ രൂപരേഖ നിരീക്ഷിക്കുക. ഇവിടെ തന്നിട്ടുണ്ട് സർക്കസ് കൂടാരം അല്ലേ, ഭക്ഷണശാല എവിടെയാണ്, ആകാശ ഊഞ്ഞാൽ എവിടെയാണ്, സമ്മേളന വേദി എവിടെയാണ്, മേജിക് ഷോ വേദി എവിടെയാണ്, പ്രവേശന കവാടം എവിടെയാണ്, ഫാൻസി കടകൾ എവിടെയാണ്, അതിൻ്റെ ആ ഒരു രൂപരേഖ അല്ലെ, ഡയറക്ഷനാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. മാജിക് ഷോ വേദിയുടെ ഏത് ദിശയിലാണ് ഭക്ഷണശാല? മേജിക് ഷോ വേദിയുടെ ഏത് ദിശയിലാണ് ഭക്ഷണശാല? ഏത് ദിശയിലാണ് കൂട്ടുകാരെ? വടക്ക് ദിശയിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? വടക്ക്. ഇനി ആകാശ ഊഞ്ഞാലിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏതു ദിശയിൽ സഞ്ചരിച്ചാൽ സമ്മേളന വേദിയിലെത്താം? ആകാശ ഊഞ്ഞാല് നോക്കുക, അതുപോലെ തന്നെ സമ്മേളന വേദി എവിടെയാണ്? ഇവിടെയാണ് അല്ലേ. അപ്പോൾ എവിടെയാണ്? നേരെ തെക്ക് സഞ്ചരിച്ചാൽ മതി. ഓക്കെ, എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത്? തെക്ക്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് തെക്ക്. ഭക്ഷണശാലയുടെ ഏത് ദിശയിലാണ് പ്രവേശന കവാടം? പ്രവേശന കവാടം ഇവിടെയാണ്, ഭക്ഷണശാല ഈ ഭാഗത്തായിട്ടാണ് അല്ലേ. അപ്പോൾ ഏത് ഭാഗത്തായിട്ട് വരും? എവിടെയാണ് വരുന്നത്? എവിടെയാണ്? തെക്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ആൻസറും തെക്ക് തന്നെയാണ്. ഇനി 4ാമത്തെ ചോദ്യം, ആകാശ ഊഞ്ഞാല് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ സർക്കസ് കൂടാരത്തിലേക്ക് എത്താം? ഏതാണ്? പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ചാൽ എത്താൻ വേണ്ടി പറ്റും, പടിഞ്ഞാറ്. അടുത്തത്, ഫാൻസി കടകൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ സമ്മേളന വേദിയിലെത്താം? കിഴക്ക് സഞ്ചരിച്ചാൽ സമ്മേളന വേദിയിൽ എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ കൂട്ടുകാരി രൂപരേഖ നോക്കുക, എന്നിട്ട് പറഞ്ഞ ഉത്തരങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എവിടെയാണ് വടക്ക്, തെക്ക്, പടിഞ്ഞാറ് എന്നൊക്കെ അവിടെ തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രവർത്തനം 2 ആണ്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണവ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട 2 വാർത്തകളാണ് തന്നിരിക്കുന്നത്. എന്താണ്? വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണനാ ക്രമം അംഗീകരിച്ച് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ അവസാനിച്ചു. ബില്ലുകൾ പാസാക്കി നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഈ ചോദ്യം, ഇതിൽ പ്രത്യക്ഷ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട സഭ ഏതെന്ന് കണ്ടെത്തി എഴുതുക. ഏതാണ്? വാർഡ് സഭ അല്ലെങ്കിൽ ഗ്രാമസഭ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് വാർഡ് സഭ അല്ലെങ്കിൽ ഗ്രാമസഭ. ഇനി ജനുവരി 25 സമ്മതിദാന ദിനമാണല്ലോ. ഇതിന്റെ ഭാഗമായിട്ട് ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് മിട്ടു തയ്യാറാക്കിയ ആശയമാണ് താഴെ തന്നിരിക്കുന്നത്. കൂടുതൽ ആശയങ്ങൾ കൂട്ടിച്ചേർക്കുക. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. പിന്നെ എന്തൊക്കെ നമുക്ക് എഴുതാം? പോയിന്റ്സ് പറഞ്ഞു തരാം, എഴുതി കാണിക്കുന്നില്ല, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മതി. 1, സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ്. സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ്. ഗവൺമെന്റിന്റെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം ഉണ്ടായിരിക്കും. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയായിരിക്കും. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ ഉണ്ടായിരിക്കും. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇതിൽ ഏതെങ്കിലും 4 നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഒന്നുകൂടെ വേണമെങ്കിൽ വായിക്കാം. സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ്, ഗവൺമെന്റിന്റെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 3ലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് ഇന്ത്യൻ ജനത സ്വതന്ത്ര സമരത്തെ ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഏതൊക്കെയാണ്? ചർക്ക, അതുപോലെ തന്നെ ഖാദി, നൂൽപ്പ്, വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി വസ്ത്രങ്ങളുടെ പ്രോത്സാഹനം, ചർക്ക സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകം. ഇതെല്ലാം ഈ പോയിന്റ്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കാൻ. ഒന്നും കൂടെ പറയാം. ഖാദി, ചർക്ക, നൂൽപ്പ്, വിദേശ വസ്ത്ര ബഹിഷ്കരണം, നമ്മൾ വിദേശികളുടെ വസ്ത്രങ്ങൾ ധരിക്കരുത്, കോട്ടൺ വസ്ത്രങ്ങൾ നമ്മൾ നെയ്തെടുത്ത് ധരിക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഖാദി വസ്ത്രങ്ങളുടെ
പ്രോത്സാഹനം, ഖാദി വസ്ത്രങ്ങൾ കൂടുതലായിട്ട് ധരിക്കണം എന്ന് പറയുന്നുണ്ട്. ചരക്ക് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതീകമായിട്ടും കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ബി ചോദ്യം, തിരുവിതാംകൂറിൽ എല്ലാ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് 1859 സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. 4ാമത്തേതാണ്, പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഭൂഖണ്ഡങ്ങളുടെ രൂപങ്ങളുള്ള സ്റ്റിക്കറുകൾ ഉപയോഗിച്ച് ചുമർ പത്രിക തയ്യാറാക്കുകയാണ് മിയ. ഭൂഖണ്ഡങ്ങളെ തിരിച്ചറിയാൻ മിയയെ സഹായിക്കാമോ എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഓരോ ഭൂഖണ്ഡങ്ങളും ഏതാണെന്ന് നമ്മൾക്ക് തിരിച്ചറിയണം അല്ലേ. ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഏഷ്യ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ഇത് ഏതാണ് കൂട്ടുകാരെ? ഇത് വടക്കേ അമേരിക്കയാണ്. അപ്പോൾ ഇവിടെ വടക്കേ അമേരിക്ക എന്ന് എഴുതി കൊടുക്കുക. വടക്കേ അമേരിക്ക. ഇതേതാണ്? ഇത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ. അടുത്തത് നോക്കൂ, ഈ സി ഏതാണ്? ഇത് യൂറോപ്പാണ്. അടുത്തത് ഡി ആണ്. ഡി എന്ന് പറയുന്നത് ആഫ്രിക്ക. അടുത്തത് ഇ എന്ന് പറയുന്നത് തെക്കേ അമേരിക്ക. അപ്പോൾ കൂട്ടുകാർക്ക് ഓരോ ഭൂഖണ്ഡവും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റണം ഇത് ഏത് ഭൂഖണ്ഡമാണ് എന്നുള്ളത്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അന്റാർട്ടിക്ക എന്നുള്ളത്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 ഭൂഖണ്ഡങ്ങളെയും ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, കൂട്ടുകാർ എന്തായാലും പഠിച്ചു വെക്കണം. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. പ്രവർത്തനം 5 ആധുനിക സമൂഹത്തിന്റെ രൂപീകരണത്തിൽ ഗതാഗത സംവിധാനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാക്കുന്ന ഗതാഗത സംവിധാനം, മലിനീകരണം കുറവുള്ള ഗതാഗത സംവിധാനം, രാജ്യങ്ങൾ തമ്മിലുള്ള ചരക്ക് കൈമാറ്റത്തിന് കൂടുതൽ അനുയോജ്യമായ ഗതാഗതം, ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം, ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം, മത്സ്യബന്ധനത്തോട് കൂടി ഉപയോഗപ്പെടുത്തുന്ന ഗതാഗത മാർഗം. നൽകിയിരിക്കുന്ന ആശയങ്ങളിൽ നിന്നും ജലഗതാഗതവുമായി ബന്ധപ്പെട്ടവ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ജലഗതാഗതവുമായി ബന്ധപ്പെട്ടത് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്ന ഗതാഗത മാർഗം അതേതാണ്? അത് ജലഗതാഗതമാണോ? അല്ല. അപ്പം അത് എഴുതേണ്ട. മലിനീകരണം കുറവുള്ള ഗതാഗത മാർഗം, മലിനീകരണം കുറവുള്ള ഗതാഗത മാർഗമാണോ? ആണ്. അപ്പോൾ അത് എന്തിലെഴുതണം? ഇവിടെ ആൻസർ ആയിട്ട് എഴുതണം. ഓക്കെ, ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള ചരക്കു കൈമാറ്റത്തിന് കൂടുതൽ അനുയോജ്യമായ ഗതാഗത മാർഗം, അതും ശരിയാണല്ലേ. ഇനി അടുത്തത് ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം എന്ന് പറയുന്നുണ്ട്. ഏറ്റവും വേഗതയേറിയതാണോ? അല്ല. അതേതാണ്? നമ്മളെ വായുവിലൂടെ പോകുന്നതാണ് അല്ലേ. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം, അതും ശരിയാണ്. മത്സ്യബന്ധനത്തിന് കൂടി ഉപയോഗപ്പെടുത്തുന്ന ഗതാഗത മാർഗം, അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റുകളാണ് നിങ്ങൾ താഴെ എഴുതി കൊടുക്കേണ്ടത്. ജലഗതാഗതവുമായി ബന്ധപ്പെട്ടത് ഈ 4 പോയിന്റുകളാണുള്ളത്. അടുത്തത് ഇതിലെ ബി ചോദ്യം, കിഴക്കിന്റെ വെനീസി എന്നറിയപ്പെടുന്ന പട്ടണം ഏത്? ആലപ്പുഴ, കൊല്ലം, കൊച്ചി, കോഴിക്കോട്. ഏതാണ്? ആലപ്പുഴയാണ്. ഓക്കെ, അപ്പോൾ ആലപ്പുഴക്ക് ടിക്കറ്റ് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഇന്ത്യ അറിയാൻ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ടിനു തയ്യാറാക്കിയ ആശയപടമാണ് തന്നിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ച് വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കുക. ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? 1, കേരളത്തോട് ചേർന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഇവിടെ 1 എന്നുള്ളതിൻ്റെ ഇവിടെ എന്താ വരുന്നത്? ലക്ഷദ്വീപാണ്. ഓക്കെ, അപ്പോൾ അവിടെ ലക്ഷദ്വീപ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ലക്ഷദ്വീപ്. ഇനി അടുത്തത് മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏതാണ്? മുംബൈ ആണ്. മുംബൈ. 3ാമത്തത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. 4ാമത്തത് ഏറ്റവും കുറവ് കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ. ഇനി ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാൻ. ഓക്കെ, അതവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് ആൻസർ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇനി അടുത്തത്
സംസ്ഥാനത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. തലസ്ഥാനം കൊൽക്കത്തയാണ്. ഭൂട്ടാന്, നേപ്പാള്, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഓക്കെ, പശ്ചിമ ബംഗാൾ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ. ഇനി ഏഴാമത്തെ പ്രവർത്തനമാണ് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഇൻലാൻഡ്, ടെലിഫോണ്, ഇന്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോണ്. ചോദ്യം, വ്യക്തിഗത ആശയവിനിമയ രീതികളും ബഹുജന ആശയവിനിമയ രീതികളും തമ്മിൽ താരതമ്യം ചെയ്ത് ഉദാഹരണ സഹിതം കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് വ്യക്തിഗത ആശയവിനിമയം എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ആശയങ്ങളോ സന്ദേശങ്ങളോ വിനിമയം ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഇപ്പോൾ കത്ത്, അതുപോലെ തന്നെ ടെലഗ്രാഫ്, ടെലിഫോണ്, ഫാക്സ്, ഇതൊക്കെ ഇത്തരത്തിൽ ഉള്ളതാണ്. ഇനി ബഹുജന ആശയവിനിമയം എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശമോ ആശയമോ ഒരേ സമയം വലിയ ഒരു ജനവിഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ, നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇട്ട ആൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഉദ്ദേശിച്ചാണ്, എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റും അല്ലേ. അതുപോലെ തന്നെ മൊബൈൽ ഫോണ്, പത്രം, ചാനലുകൾ. ഇനി തന്നിരിക്കുന്ന ലോഗോകളിൽ ഇന്ത്യൻ തപാലുമായി ബന്ധപ്പെട്ട ലോഗോ കണ്ടെത്തി എഴുതുക. ഇതിൽ ഏത് ലോഗോയാണ് ഇന്ത്യൻ തപാലുമായി ബന്ധപ്പെട്ടത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? ബി ആണ്. ഇതാണ് തപാല് അല്ലെങ്കിൽ പോസ്റ്റ് ലോഗോ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതുക. ലാസ്റ്റ് എക്സാം ആണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്